പ്രേമ വിച്ചുകി വിച്ചുകി വിച്ചു. ഓ വാ. ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു, എവിടെ വച്ചു. മരുമോനെ, അയ്യോ, എന്റെ പെർഫോമൻസ് കാണാനുള്ള ഭാഗ്യം നിനക്കില്ലാതെ പോയി. അങ്ങനെയല്ലേ? ത്രിവിക്രം, എന്തു പറ്റി? എന്താ തിരിച്ചു വന്നേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. കഴിയാതെ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? മായ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അകത്തിരിക്കുന്ന ഓരോരുത്തരും എന്നെ ഹേർട്ട് ചെയ്തോണ്ടിരിക്കുക. സമാധാനമായിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ശിവാനിയോട് നിനക്കിപ്പോ ഒരു തരിമ്പ് പോലും സ്നേഹമുണ്ട് എന്നുള്ള കാര്യം അവർക്കാർക്കും മനസ്സിലാകാനേ പാടില്ല. ദേഷ്യം വന്ന സമയത്ത് ഈ പോയിന്റ് ഞാനങ്ങ് മറന്നുമായേ. ഇപ്പൊ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നതുകൊണ്ട് അവരെല്ലാം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ? കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയില്ല നീ. നീ വീണ്ടും പഴയ ത്രിവിക്രമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ അകത്ത് പോയി ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. ഗോവിന്ദ, എന്തോന്നാ ഇതൊക്കെ? നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ? അല്ല, ഞാനെന്ത് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ വഴക്ക് പറയണേ? പാട്ട് പാടിയത് തെറ്റാ? ഏത് സന്ദർഭത്തിൽ ഏത് പാട്ട് പാടണമെന്ന് അറിയില്ലേ നിനക്ക്? അല്ല ചേച്ചി, ഞാനെന്താ പറയാൻ വന്നെന്ന് വെച്ചാ, ഈ പെണ്ണിനെ കിട്ടിയില്ലെങ്കി അവനാ നിന്നെ ഞാൻ... ശിവാനി, നീ ഇത് കണ്ടെന്ന് വിചാരിക്കല്ലേ. എന്റെ അനിയന് ബുദ്ധി കുറച്ച് കുറവാ. ശിവാനി, ഇവൻ വെറുതെ വെളിവില്ലാണ്ട് ഓരോന്ന് മുളകൊന്ന് കരയാക്കണ്ട. സമാധാനായിട്ടിരിക്കും. മായേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. എനിക്കൊന്നും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ നഷ്ടപ്പെടുത്തി കളഞ്ഞ വിശ്വാസം വീണ്ടും നേടിയെടുക്കണം. എന്താ ചെയ്യണ്ടേ? നിന്റെ മനസ്സിൽ ശിവാനി ഇല്ല എന്ന് അവരെയൊക്കെ വിശ്വസിപ്പിക്കണം. വീണ്ടും അത് തന്നെ ചെയ്യണോ? നീ അങ്ങനെ ചെയ്താൽ മാത്രമേ വീട്ടുകാർക്ക് വീണ്ടും വിശ്വാസം വരുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ ചെയ്താൽ മതിയുമായേ. നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവോ? ഉറപ്പായിട്ടും ആകും. നീ ഇനി കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അത് കണ്ട് ശിവാനിയും ഷോക്കായിട്ട് നിൽക്കും. ശിവാനി, ശിവാനി, ഇപ്പൊ എന്താ സംഭവിച്ചേ? വിഷമിക്കേണ്ട കാര്യം എന്താ ഉള്ള ശിവാനി? അമ്മാവൻ ഇതുപോലെ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ വിഷമിക്കുമായിരുന്നു. എന്നാ അദ്ദേഹം പറഞ്ഞത് ഇന്നല്ലേ? നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഓൾറെഡി ഡൈവോഴ്സ് ആവണമെന്നുള്ള തീരുമാനത്തിലെത്തിയില്ലേ? എന്നാലും വെറുതെ ഓരോന്ന് ആലോചിക്കല്ലേ ശിവാനി. സന്തോഷമായിട്ടിരിക്കേ. നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നില്ലേ? എന്നിട്ട് നിനക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? എവിടെ ചിരിച്ച്? ചിരിക്കാനല്ലേ പറഞ്ഞേ? എന്നാലും ചില വാക്കുകൾ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും തൃശൂർ. ഉണ്ടാകുന്ന എല്ലാ മുറിവുകൾക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നെ ഭ്രാന്തനായി പോയെന്നെ. ഇപ്പൊ എന്താ ഭ്രാന്തില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഇല്ല. അപ്പോ ഭ്രാന്തുണ്ട്, പക്ഷെ അത് നിനക്ക് മനസ്സിലായില്ല. ഞാനെപ്പോഴും അങ്ങനെ പറഞ്ഞേ? പിന്നെ നിനക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ട്, അതെനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല ശിവാനി, എനിക്ക് തലയ്ക്കെന്തോ പ്രശ്നമുണ്ട്. ശരിയാ. അല്ല, തലയ്ക്കെന്തോ പ്രശ്നമുണ്ട്, മനസ്സിലാവുന്നില്ല. ഞാനത് എന്തൊക്കെയാ പറയുന്നത്?
എക്സ്ക്യൂസ് മീ. എന്താ പെട്ടെന്ന് സൈലന്റ് ആയേ? നിങ്ങൾ എന്തോ പറഞ്ഞ് ചിരിക്കായിരുന്നില്ലേ? നോ ഇഷ്യൂസ്, ഞാൻ തടസ്സമാവുന്നില്ല. അത് സാരമില്ല. എന്താ തൃശ്ശൂൽ നീ ഇങ്ങനെ നോക്കുന്നേ? ഓ, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാണോ? അത് സോറി പറയാൻ വേണ്ടിട്ടാ. സോറിയോ? ആക്ച്വലി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ലായിരുന്നു. അങ്കിൾ ഓരോന്നൊക്കെ കാണിക്കുന്ന കണ്ടപ്പോ അങ്കിളുടെ ഭാഗത്തും തെറ്റില്ല. ഇറ്റ്സ് എ ഫാക്ട് അല്ലേ? ശിവാനി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ദാറ്റ്സ് ട്രൂ. പക്ഷെ ഇന്നിപ്പോ അവള് നിന്റെ ഭാര്യ. ശരിയല്ലേ ശിവാനി? സത്യം എന്താണെന്ന് വെച്ചാ എനിക്കും ശിവാനിക്കും ഇടയിൽ യാതൊരു ബോണ്ടിങ്ങും ഇല്ല. യു ആർ ഗ്രേറ്റ് ബ്രോ. ത്രിവിക്രം, നോ 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 നോ, എല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ശിവാനി. നിങ്ങളുടെ രണ്ടുപേരുടെ ജോഡി ഇറ്റ്സ് റിയലി അമേസിംഗ്. തൃശ്ശൂൽ, മുമ്പൊക്കെ എനിക്ക് നിന്നോട് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ തമ്മിൽ അടി കൂടിയിട്ടില്ലേ? പക്ഷെ ഇപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നേ, ഞാൻ ചിന്തിച്ചതൊക്കെ തെറ്റായിപ്പോയി. ഐ എം സോറി ബ്രോ. ഐ എം റിയലി സോറി. ബ്രോ, നീ ഇതെന്തേ കാണിക്കുന്നേ? ബ്രോ, നീ എന്നോട് ക്ഷമിക്കില്ലേ? നിനക്ക് എന്ത് പറ്റി ബ്രോ? എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഒന്നും പറ്റിയിട്ടല്ല, കാര്യങ്ങൾ റിയലൈസ് ചെയ്തോണ്ടാ. ശിവാനി, നിനക്ക് ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അല്ല ത്രിവിക്രം, ഇനി നീ ഫ്രീ ആയിട്ടിരിക്കേ. ഫീൽ ഫ്രീ, സന്തോഷമായിട്ടിരിക്കെ. ഒന്നും ആലോചിക്കണ്ട. ഞാൻ ഒരിക്കലും പ്രശ്നമാവില്ല. ആക്ച്വലി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ. ഹാപ്പി മാരീഡ് ലൈഫ്. ത്രിവിക്രം, പോയ കാര്യം എന്തായി? നീ ഇങ്ങനെ ഓരോ കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കാതെ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. അതോടുകൂടി തീർന്നല്ലോ എല്ലാം. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. പറ്റാത്തോണ്ട പറയുന്ന മായേ. അവിടെ എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞതുപോലെ നീ പറഞ്ഞില്ലേ? പറഞ്ഞു തൊലച്ച് ഞാൻ. നിങ്ങളുടെയാണ് പെർഫെക്റ്റ് ജോഡിയെന്ന്, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് സോറിയൊക്കെ ചോദിച്ച് തൃശ്ശൂലിന്റെ കയ്യിലേക്ക് ശിവാനിയുടെ കൈയെടുത്ത് വെച്ചിട്ടാ ഞാൻ വരുന്നേ. നല്ല കാര്യം തന്നെ നീ ഇപ്പൊ ചെയ്തേ. മായേ, ആ സമയത്ത് എനിക്ക് എന്താ തോന്നിയെന്നറിയുന്നു? കത്തി കൊണ്ട് ഒരേ സ്ഥലത്ത് 1000 തവണ കുത്തി ഇറക്കുന്നത് പോലെ തോന്നി. അത്രയ്ക്ക് വേദനിച്ചെനിക്ക്. ഇതൊന്നും നടക്കില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കത് മനസ്സിലാകും ത്രിവിക്രം, പക്ഷെ സാഹചര്യം അതായിപ്പോയി. ഇപ്പം നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തില്ലെങ്കിൽ ദിവസം കഴിയും തോറും അപകടം നമുക്ക് തന്നെയായിരിക്കും. ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശിവാനി എനിക്ക് കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശിവാനി നിന്നെ തേടി വരും. അവള് തന്നെ നിന്നോട് കഴുത്തിൽ താലി കെട്ടാൻ പറയും. അങ്ങനെ സംഭവിച്ചാ മതി. എന്തോ ഇപ്പോഴത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ല. ഒരാവശ്യമില്ലാത്ത ആള് മൂഡ് ഓഫ് ആയിരിക്കാനുള്ള ദൈവമേ. ഈ കാലാവസ്ഥയുടെ മാറ്റം എങ്ങനെയെങ്കിലും ശരിയാക്കണമല്ലോ. ഇവരുടെ മൂഡ് മാറ്റിയെടുക്കണം. ശിവാനി, നീ ഇപ്പോ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറയട്ടെ? ലുക്കിന്നതിനെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവന് വേറെ ഒരു പണിയും ഇല്ലേ എന്ന്. അത് സാരമില്ല, എന്നാലും പറയാം. നിന്റെ തലയിലിപ്പോ ത്രിവിക്രം പറഞ്ഞ കാര്യങ്ങള്
ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കറക്റ്റ് അല്ലേ? ഹേയ് നോക്ക്, ഇടത്തേക്കാണ് അടയുന്നു. ഇത് ഇങ്ങനെ. ഓ, അപ്പൊ നീ അത് തന്നെയാണ് ആലോചിച്ചോണ്ടിരുന്നേ. സെയിം ടു സെയിം എന്റെ മനസ്സിൽ അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നേ. എനിക്കും വലിയൊരു ദീർഘമായ ആലോചന എന്താണെന്നാൽ ത്രിവിക്രം പറഞ്ഞ കാര്യങ്ങളിൽ എന്തോ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു ന്യായമുള്ള പോലെ തോന്നി. നമുക്ക് എന്തുകൊണ്ട് അവരുടെ വാക്കുകൾ കുറച്ച് ഗൗരവമായിട്ട് എടുത്ത് കീറിപ്പോയ തുണിയൊന്ന് ആൾട്രേഷൻ ചെയ്ത് എടുത്തുകൂടാ? എന്നുവെച്ചാ ആലോചിച്ച് നോക്കിപ്പോ നിന്റെ കഴുത്തിൽ എന്തായാലും ഞാൻ ഓൾറെഡി താലി കെട്ടി പോയല്ലോ. അതുകൊണ്ട് ത്രിവിക്രം റോയെ പറ്റിച്ചു എന്നുള്ള ഒരു ചിന്തയുണ്ടോ? അതുകൊണ്ടല്ലേ നീ എന്നോട് ദേഷ്യപ്പെടുന്നത്, ശരിയല്ലേ? ഇതിപ്പോ ത്രിവിക്രം റോ തന്നെ വന്നിട്ട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും ശരിയായ ജോഡിയാണ്, നന്നായി ജീവിക്കുക, ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു പോയില്ലേ? അപ്പൊ പിന്നെ ആ ഭാഗമൊക്കെ ശരിയായില്ലേ? സോ ഞാനെന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാ, എന്തുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഡൈവോഴ്സ് ക്യാൻസൽ ചെയ്ത് ഒന്നായിക്കൂടാ? തൃശൂൽ, അല്ല, ഞാനൊരു ഫാക്ടിനെ കുറിച്ച് പറഞ്ഞതാ, ശരിയല്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞത്. ത്രിവിക്രമന്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ശ്രമം പോലും നീ നടത്തിയില്ല. അവൻ തന്നെ വന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞല്ലോ, പിന്നെന്താ? എനിക്ക് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി അവൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. എന്ത് നല്ല മനസ്സാ. അതുകൊണ്ടാ എനിക്ക് അവനെ കൂടുതൽ ഇഷ്ടായത്. അവൻ തന്നെ യഥാർത്ഥ ഹീറോ. അപ്പൊ ഞാനോ? വില്ലൻ. എന്തൊക്കെയാ പറയുന്നേ? ഞാൻ വില്ലനാണെന്നോ? എന്താ ശിവാനി എങ്ങനെയൊക്കെ പറയുന്നേ? നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ള എന്നെ വില്ലൻ എന്ന് പറഞ്ഞ? ഞാൻ പറഞ്ഞത് സത്യം. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ വിവാഹ നിശ്ചയം, കല്യാണം, ഇവിടെയൊക്കെ നീ ഹീറോ ആയിട്ടാണോ വന്നത്? അല്ല, എല്ലാ സ്ഥലത്തും നീ വില്ലനായിട്ട് തന്നെയാ വന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ വില്ലൻ തന്നെയാ നീ. ചേച്ചി, ഇതിനു മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? എന്താന്ന് പറയേച്ചി? ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നം ചോദിക്കുന്നു? നാണോ ഇല്ലടാ നിനക്ക്? ചേച്ചി, ഞാനത് പിന്നെ അങ്കിളെ, ചെയ്ത കാര്യങ്ങൾ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് പറഞ്ഞാലും ചെയ്തത് തെറ്റ് തന്നെയാ. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായി. അവരെ ഒന്ന് ശരിക്കും ഒന്നിപ്പിക്കാൻ വേണ്ടി ഈ പാർട്ടി അറേഞ്ച് ചെയ്തത്. എന്നിട്ട് എന്തായി? അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലല്ലേ നീ സംസാരിച്ചത്? ചേച്ചി, മുമ്പ് നീ തെറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടേ ഉള്ളെന്ന് മറക്കരുത്. പക്ഷെ ഇപ്പൊ നീ ഈ ചെയ്തത് ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ചേച്ചി, അതിനു മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. ശിവാനി, നിന്റെ വാക്ക് തിരിച്ചെടുക്ക്. ഞാനൊരു ഹീറോ എന്ന ഫീലിംഗിൽ ജീവിച്ചോണ്ടിരിക്കുക. നീയാണെങ്കി എന്നെ വില്ലനാക്കി കളഞ്ഞല്ലോ. പറയാനെന്താ, നീ അത് തന്നെയാ. ഓഹോ, നിന്റെ കാര്യത്തില് എല്ലാത്തിലും ഞാൻ ഇടയ്ക്ക് വന്നെന്നാണോ ശിവാനി? അങ്ങനെ വന്നതിന് പിന്നിൽ വലിയ വലിയ കഥകളുണ്ട്. നിനക്കത് മനസ്സിലാവുന്നില്ല. എനിക്കതെല്ലാം അറിയാം. നീയായിട്ട് പറയണമെന്നില്ല. ശരി, ഓക്കെ, ഞാൻ നിന്റെ മുമ്പില് വില്ലൻ തന്നെ ആയിക്കോട്ടെ. പക്ഷെ കഴിഞ്ഞ ദിവസം നിന്നെ രക്ഷിച്ചതാരാ? ആ ഒരൊറ്റ കാരണം കൊണ്ടാ നിന്നെ ഞാൻ വെറുക്കാത്തത്. ആ ഒരൊറ്റ കാര്യം മതിയല്ലോ എന്നെ ഹീറോ എന്ന് വിളിക്കാൻ. ഞാൻ ഹീറോ തന്നെയാ. അല്ല, നീ വില്ലനാണ്. ഇപ്പോഴെന്താ വേണ്ടേ? ഞാൻ ഹീറോ ആണെന്ന് തോന്നണം. ആയിക്കോട്ടെ. മുതലാളി, എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. നന്ദീശ, ഇന്നു മുതല് നമ്മുടെ വീട്ടിലുള്ളവരെ നീ ഒന്ന് ശ്രദ്ധിക്കണം. മുതലാളി, അതിങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? അതെന്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ഇത്രയും ദിവസത്തെ പോലെയല്ല ഇനി അങ്ങോട്ട് നന്ദീശ. എന്താന്ന് വെച്ചാ, ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോകും. ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മുതലാളി എന്താ പറഞ്ഞ? വീട് വിട്ട് പോവാന്നോ? അതായത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പോവുകയാണ് ഞാൻ. ഒറ്റയ്ക്കിങ്ങനെ പോകാൻ മാത്രം അവിടെ എന്താ എത്ര വലിയ കാര്യം? എങ്ങോട്ടാ പോകുന്നതെന്നും എനിക്കും അറിയില്ല നന്ദീശ. പോകുന്ന സ്ഥലത്തെക്കുറിച്ചൊരു ധാരണ പോലും ഇല്ലാതെ എന്ത് ധൈര്യത്തിലാ മുതലാളി ഇവിടെ ഇറങ്ങാൻ പോകുന്നത്? ഞാൻ എന്തായാലും സമ്മതിക്കില്ല അത്. മാർഗത്തെപ്പറ്റി ധാരണയില്ലെങ്കിലും ലക്ഷ്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. എനിക്കൊന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട. അല്ല മുതലാളി. നോക്ക് നന്ദീശ, നമുക്ക് ജീവിതത്തിൽ അമൂല്യമായിട്ട് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള മാർഗം വളരെ മുഖ്യമായിരിക്കും. ആ ലക്ഷ്യത്തിനു വേണ്ടി അജ്ഞാതവാസമാണെങ്കിലും അതൊരിക്കലും മാറ്റിവെക്കാനാവില്ല. ഇപ്പോ എന്റെ ഊഴമാണ്. എല്ലാം വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ഇതൊക്കെ എപ്പോ അവസാനിക്കും മുതലാളി? 3 അമാവാസി കഴിയണം.
3 അമാവാസ്യ. അത്രേ ദിവസം മുതലാളി ഇവിടെ ഇല്ലാതിരുന്ന ഞാൻ ഇവരോടൊക്കെ എന്ത് സമാധാനം പറയും? അത് മാത്രമാണോ പൂജയുടെ കാര്യവും? അമാവാസ്യ ദിവസം നാഗമാണിക്യത്തിന്റെ പൂജ ഒരിക്കലും മുടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മുതലാളി തന്നെയല്ലേ? അതിന് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് നന്ദീശ. നാളെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്തേക്ക് വാ. ഇവിടെ വെച്ച് നിനക്കൊരു പാവയെ കിട്ടും. ആ പാവയെ നീ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് അടുത്ത അമാവാസി രാത്രി ആ പാവ എടുത്തോണ്ട് പോയി നാഗമാണിക്യത്തിന്റെ മുന്നിൽ വെച്ച് അതിന് പൂജ ചെയ്യണം. അത് മാത്രമല്ല, 3-ാമത്തെ അമാവാസി കാളഹസ്ത അമാവാസിയാണ്. ആ ദിവസം അർദ്ധരാത്രി കൃത്യം 12 മണി സമയത്ത് ആ പാവ എടുത്തോണ്ട് പോയി നാഗമാണിക്യത്തിന്റെ മുന്നിൽ വെച്ച് പൂജ ചെയ്യാൻ നീ ഒരിക്കലും മറക്കരുത്. ആ അമാവാസിക്ക് ഇത്രമാത്രം വിശേഷം എന്താ മുതലാളി? അമാവാസി എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരതയാണ്. അതിലുപരി കാളഹസ്ത അമാവാസി എന്ന് പറഞ്ഞാൽ വിനാശമെന്നാണ് അർത്ഥം. വിനാശകാരി ശക്തി സഞ്ചരിക്കുന്ന സമയത്ത് നീ ആ പാവയെ നാഗമാണിക്യത്തിന്റെ ഗുഹയിലെത്തിക്കണം. ആ സമയത്ത് ആ ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് നിർജീവ പാവകൾ ഉണ്ടായിരിക്കും. അതിന്റെ നടുക്ക് നീ ആ പാവയെ വെച്ചാൽ മാത്രം മതി. അവിടെ ഉത്ഭവിക്കുന്ന എല്ലാ ശക്തികളും ഒരുപാട് കിരണങ്ങൾ പുറപ്പെടുവിക്കും. ആ കിരണങ്ങൾ എന്റെ ജീവൻ സംരക്ഷിച്ചുകൊള്ളും. ഞാൻ തിരികെ വരും. ഈ ഒരു പൂജ ചെയ്ത എന്താ പ്രയോജനം? അതിൽ നിന്ന് വിശേഷപ്പെട്ട പല ശക്തികളും നമുക്ക് കിട്ടും. അതെന്ത് ശക്തി? നാഗറാണിയെ നശിപ്പിക്കാനുള്ള ശക്തി. നാഗറാണി ഏത് രൂപത്തിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, എന്റെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ മാത്രം മതി. എന്റെ കണ്ണുകളിൽ സർപ്പരൂപത്തിൽ അവൾ പ്രതിഫലിക്കും. എന്നുവച്ചാ നമുക്ക് ആ നാഗറാണിയെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ മുതലാളി? തീർച്ചയായും. അതേ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ശരി മുതലാളി, എന്നാ പോയിട്ട് വാ. നോക്ക്, യാതൊരു കാരണവശാലും കാളഹസ്ത അമാവാസിയുടെ അന്നത്തെ രാത്രിയിൽ പാവയെ കൊണ്ടുവരാൻ മറക്കരുത്. ഒരുപക്ഷെ നീ ആ മുഹൂർത്തം മിസ് ചെയ്താൽ എനിക്കിവിടേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. ഒരു കാരണവശാലും മറക്കില്ല മുതലാളി. ഞാനത് ഉറപ്പായിട്ടും ചെയ്തോളാം. ശരി, ഞാൻ പോയിട്ട് വരാം. അല്ല മുതലാളി, മുതലാളി ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോകുന്നത്. മുതലാളി, മുതലാളി, മുതലാളി! സ്വപ്നായിരുന്നല്ലേ? മുതലാളി പോയപ്പോ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പൊ സ്വപ്നത്തിലൂടെ അതുപോലെ തന്നെ ഭവിച്ചിരിക്കുകയാണല്ലോ. പൂർണ്ണ അമാവാസിക്ക് അധികം നാളുകളില്ലാന്ന് സ്വപ്നത്തിലൂടെ എന്നെ ഓർമ്മിപ്പിച്ചായിരിക്കും. പാവ ഭാഗ്യം ഇവിടെ തന്നെ ഉണ്ട്. ഈ പാവയെ നാഗറാണിയുടെ ഗുഹയിൽ വെച്ച് പൂജിച്ച മുതലാളി പെട്ടെന്ന് തന്നെ മടങ്ങിയെത്തും. മുതലാളി എത്തിയ പിന്നെ നാഗറാണിയുടെ അന്ത്യം ഉറപ്പാവും. നാഗറാണി ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. തൃശൂൽ, എന്തായി കാണിക്കുന്നേ? എന്നെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇന്ന് ഞാൻ ഹീറോ ആണോ വില്ലനാണെന്ന് ഡിസൈഡ് ചെയ്തേ പറ്റൂ. വാശിവനെ തൃശൂർ നിക്ക്. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തിരക്ക് പിടിച്ച് എങ്ങോട്ടായി പോകുന്നേ? ഇവരിത്ര വേഗത്തിൽ ഇവിടുന്ന് പോകുന്ന കണ്ടിട്ട് ഈ വീട് വിട്ട് വേറെ എവിടെ പോകുന്നതാ ഗോവിന്ദ, തോന്നുന്നത്. ഒന്ന് ചുമ്മാതിരുന്നേ. നീ ചെയ്തതൊക്കെ തന്നെ ധാരാളം. നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്നാ ദൃഷ്ടി ഒഴിഞ്ഞിട്ട് പോയാ മതി. ദൃഷ്ടിയോ? എന്തിന്? എന്തിനാന്ന് വെച്ചാ എന്റെ മരുമകൾക്ക് ഒരുപാട് പേരുടെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോകുമ്പോ കാണുന്നവരൊക്കെ എത്ര നല്ല ജോഡിയാണെന്ന് പറഞ്ഞ് കണ്ണു വെക്കും നിങ്ങളെ രണ്ടുപേരെയും.